ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോട്ടേഴ്സ്. അവനാമീസ് ആണ്. അപ്പോൾ നമ്മളെ ബേസിക് സയൻസിലെ ക്ലാസ് 6ലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഫുഡ് ഫോർ ഹെൽത്ത് അല്ലെങ്കിൽ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്സാമിന് കാണാൻ പറ്റുന്നതുമായിട്ടുള്ള 2 ടോപ്പിക്സ് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇപ്പം തന്നെ എന്ത് ചെയ്തോ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ, അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടോപ്പിക്കാണ്. നമുക്ക് കുറേ അധികം ന്യൂട്രിയൻസ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ന്യൂട്രിയൻ്റ് ആണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ കാർബോഹൈഡ്രേറ്റ്? ഈ കാർബോഹൈഡ്രേറ്റ് ഡയറക്റ്റ് നമ്മളെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മളെ ഫുഡിൽ ഉണ്ടാവോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെറും 5 മിനിറ്റിൽ നമുക്ക് സെറ്റാക്കാം. യെസ്, നോക്കിക്കോ. അതായത് നമ്മളെ ബോഡിക്ക് ആവശ്യമായ എനർജി മെയിൻ ആയിട്ട് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പം, അല്ലെങ്കിൽ ഏത് കമ്പോണന്റിൽ നിന്നാണ്, ഏത് ന്യൂട്രിയന്റിൽ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ട പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് ആ കാർബോഹൈഡ്രേറ്റിന്റെ ഫോമിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അതിന് ഒരു 5 ഫോംസ് ഉണ്ട്. അന്നജം, സ്റ്റാർച്ച്, ഓക്കെ, ദെൻ ഷുഗർ, അതായത് പഞ്ചസാര, ദെൻ ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. അതായത് ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാരുകൾ. അന്നജം, സ്റ്റാർച്ച്, അതുപോലെ ഷുഗർ, പഞ്ചസാര, ദെൻ ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബർ അല്ലെങ്കിൽ നാരുകൾ. ഈ ഫോമിലായിരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റുക? നമ്മളെ കാർബോഹൈഡ്രേറ്റിനെ ഭക്ഷണ പദാർത്ഥത്തിൽ കാണാൻ വേണ്ടി പറ്റുക. കാർബോഹൈഡ്രേറ്റ് ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഈ 5 ഫോംസിലായിരിക്കും കാണാൻ പറ്റുക. അപ്പം ഒരു പദാർത്ഥം, ഒരു ഭക്ഷണ പദാർത്ഥം ഇതിൽ അന്നജം ഉണ്ടോ എന്ന് എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുക? ഒരു ഭക്ഷണ പദാർത്ഥം ഇതിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്നെങ്ങനെയാ ടെസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടെസ്റ്റിന് ഒരു പേരുണ്ട്. ആ ടെസ്റ്റിന്റെ പേര് നിങ്ങൾ ഇപ്പം തന്നെ കമന്റ് ചെയ്യാൻ അറിയെങ്കിൽ എന്താണ്? അയഡിൻ ടെസ്റ്റ് എന്നാണ് പേര് അല്ലേ. എന്താ പേര്? അയഡിൻ ടെസ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിളിന് ഇത് അയഡിൻ ആട്ടോ. അപ്പൊ ഫോർ എക്സാമ്പിളിന് മിസ് ഇവിടെ കുറച്ച് റൈസ് എടുത്തു. ഇതെന്താണ്? റൈസ് ആണ് കേട്ടോ. റൈസ് അല്ലെങ്കിൽ നമ്മൾ ചോറ് എന്നൊക്കെ പറയാം. റൈസ് എടുത്തു. ആ റൈസിലേക്ക് മിസ് കുറച്ചൊരു 2-3 ഡ്രോപ്സ് അയഡിൻ സൊല്യൂഷൻ ഇങ്ങനെ ഉറ്റിച്ചു കൊടുത്തു. ഡ്രോപ്സ് ഉറ്റിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? അപ്പോൾ ഈ റൈസ്, ഈ വൈറ്റ് റൈസ് ടേൺസ് ടു നേവി ബ്ലൂ ഓർ വയലറ്റ്. ഏത് കളറാക്കി മാറാൻ പറ്റും? നീല, അതായത് അല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ എന്താണ്? വയലറ്റ് കളറിലാക്കി മാറ്റാൻ വേണ്ടി പറ്റും കേട്ടോ അയഡിൻ സൊല്യൂഷനും കൊണ്ട്. അങ്ങനെ ഒരു ഭക്ഷണ പദാർത്ഥം വയലറ്റ് ഓർ നേവി ബ്ലൂ കളറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ആ ഫുഡിൽ എന്തുണ്ട്? അന്നജത്തിന്റെ പ്രസൻസ് അല്ലെങ്കിൽ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ട്. എന്തിന്റെ പ്രസൻസ് ഉണ്ട്? സ്റ്റാർച്ച്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്ത് പറയാം ഇതിനെ? അന്നജത്തിന്റെ പ്രസൻസ് ഉണ്ട് എന്നർത്ഥം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് ഒരിക്കലും ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. 5 ഫോംസിലാണ് കാണാൻ പറ്റുക. സ്റ്റാർച്ച്, അന്നജം, സെല്ലുലോസ്, അതുപോലെ തന്നെ എന്താ? ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര, ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ ഫൈബർ അല്ലെങ്കിൽ നാരുകളിലാക്കി കാണാൻ നാരുകൾ. ഈ ഒരു 5 ഫോംസിലായിരിക്കും കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അന്നജത്തിന് നമ്മളൊരു ടെസ്റ്റ് കണ്ടുപിടിച്ചു. അയഡിൻ ടെസ്റ്റ് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് എടുത്തു. ആ ഫുഡിൽ അയഡിൻ ഡ്രോപ്സ് ഉറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ ഫുഡ് വയലറ്റ് ഓർ നേവി ബ്ലൂ കളറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ആ ഫുഡിൽ എന്തുണ്ട് എന്നർത്ഥം? അന്നജത്തിന്റെ പ്രസൻസ് അല്ലെങ്കിൽ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, വെരി ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് ആണ് പ്രോട്ടീൻ അല്ലെ. ബോഡി ബിൽഡ് അല്ലെ. നിങ്ങളിപ്പം കൂടുതലായിട്ടും കേൾക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യുക അല്ലെ. ബോഡി ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയന്റ് അല്ലെങ്കിൽ കമ്പോണന്റ് ആണ് നമ്മളെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അല്ലേ. അതുപോലെ തന്നെ വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയന്റ് കൂടിയാണ് പ്രോട്ടീൻ. 2 ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ഉണ്ട്. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയന്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. വളർച്ചക്കും ശരീര നിർമ്മിതിക്കും ആവശ്യമായ കമ്പോണന്റ് അഥവാ ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ. മറക്കാൻ വേണ്ടി പാടില്ല. ഇനി ഈ പ്രോട്ടീൻ നമ്മളെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്കറിയാം, വളർച്ചക്കും അതുപോലെ ശരീര നിർമ്മിതിക്കും അല്ലെ, ബോഡി ബിൽഡിങ്ങിനും എന്തായാലും പ്രശ്നം വരും. അപ്പോ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ പ്രോട്ടീൻ അപര്യാപ്തത രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. 2 രോഗങ്ങളാണ്. കാഷ്യോക്കർ ആൻഡ് മരാസ്മസ്. എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വേർഡ്, ഒന്ന് ടൈപ്പ് ചെയ്യുക. കാഷ്യോക്കർ ആൻഡ് മരാസ്മസ്. ഓക്കെ, ഈ 2 രോഗങ്ങളാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ പ്രോട്ടീൻ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം പ്രോട്ടീൻ വെറും നിങ്ങൾ 4 പോയിന്റ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. അതായത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ബോഡി ബിൽഡിങ്ങിനും ഗ്രോത്തിനും, അതായത് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് 2 പോയിന്റ്. പിന്നെ അടുത്ത 2 പോയിന്റ് ഏതാണ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാ? ഒന്നാമത്തത് മരാസ്മസ്, ദെൻ രണ്ടാമത്തത് കാഷോക്കർ എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ മിസ് ഒരു കാര്യം പറയട്ടെ, ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മളെ ക്ലാസ് 6ന്റെ ബാച്ച് ഇവിടെ സൂപ്പർ ബാച്ച് റെഡിയാണ്. ജൂൺ 26-നാണ് നമ്മളെ 8th ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ആവുന്നത്. അടിപൊളിയായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ തന്നെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, വാട്സ്ആപ്പ് ത്രൂ ഫാക്കൽറ്റീസിനോട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്യാനുണ്ടാകും. അതുപോലെ തന്നെ നമ്മളെ AI ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാകും. നമുക്ക് ഓരോ വീഡിയോയുടെ താഴെയും ഓരോരോ ക്വസ്റ്റ്യൻ പൂൾസ്, അതായത് അഡാപ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് പോയിന്റ്സ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, അതുപോലെ PYQ ഡിസ്കഷൻസ് ഉണ്ടാകും, എഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ലെറ്റേഴ്സ് ആസസ് ഉണ്ടാകും. ഓരോ ചാപ്റ്ററിനും 2 സെറ്റ് ഓഫ് എക്സാംസ് ഉണ്ടാകും. ദെൻ മോഡൽ എക്സാംസ്, ഓണം എക്സാംസ്, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാമിന്റെ ഒക്കെ മോഡൽ എക്സാംസ് ഇവിടെ നടത്തുന്നതായിരിക്കും. ഓൾ സെറ്റ് ആയിരിക്കും. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ എന്താണ്? യെസ്, ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമന്റ് ബോക്സിൽ നമ്മുടെ സൂപ്പർ ബാച്ചിന്റെ ലിങ്ക് ഉണ്ടാകും. ആ ഒരു കമന്റ് ബോക്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിന്റെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പം വെറും 2599 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാകും. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനലിൽ മറക്കാണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം കേട്ടോ മക്കളെ. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ മിസ് വാട്സ്ആപ്പ് ചാനലിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. 6ാം ക്ലാസ്സിലാണ്. അപ്പൊ വലിയ ക്ലാസ് തന്നെയാണ്. കുറേ കാര്യങ്ങൾ ബേസിക് സയൻസിലായാലും സോഷ്യലിലായാലും മാത്സിലായാലും എല്ലാ സബ്ജക്റ്റിലും കുറേ കണ്ടന്റ് കൂടിയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മിസ്സിന് എന്താണ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്മൈൽ ചെയ്യാം കേട്ടോ. ബൈ.